സംഭലിൽ നിർണായക ഇടപെടലാണ് സുപ്രീം കോടതിയെ നടത്തിയിരിക്കുന്നത്. സർവേ സ്റ്റേ ചെയ്യണമെന്നായിരുന്നു മസ്ജിദ് കമ്മിറ്റിയുടെ ആവശ്യം. വിവിധ മതവിഭാഗങ്ങളുടെ ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളിൽ എല്ലാ വിഭാഗത്തെയും കേൾക്കാതെ സർവേക്ക് ഉത്തരവിടുന്നത് പതിവാക്കരുത്. അത് കാര്യം നിർദ്ദേശിക്കണമെന്ന് ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. തിടുക്കപ്പെട്ടാണ് സർവേ നടപടികൾ ആരംഭിച്ചത് എന്നായിരുന്നു മസ്ജിദ് കമ്മിറ്റിയുടെ പ്രധാന വാദം. ഇക്കാര്യങ്ങൾ കേട്ടില്ല, ബന്ധപ്പെട്ടവർക്ക് നിയമ നടപടികൾ സ്വീകരിക്കാൻ മതിയായ സമയം അനുവദിക്കണമെന്നും ഹർജിയിൽ ആവശ്യം ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ വളരെ നിർണായകമായ ഇടപെടൽ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. ഇ.ടി. മുഹമ്മദ് ബഷീർ എം.പി ചേരുന്നുണ്ട്. ശ്രീ ഇ.ടി. മുഹമ്മദ് ബഷീർ, ഈ കോടതി ഇടപെടൽ എങ്ങനെ കാണുന്നു? കോടതി പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഇതുവരെ ഇതിന്റെ സംഗതികളായിട്ട് മുന്നോട്ട് പോകരുതെന്നല്ലേ ഞാൻ സ്റ്റേ ചെയ്തിരിക്കുകയാണ് സർവേ നടപടികൾ. തീർച്ചയായിട്ടും അത് വളരെ സ്വാഗതാർഹമായിട്ട് നടപടിയാണ്. കാരണം ഓരോ ദിവസവും സങ്കീർണമായിട്ട് വരികയാണ്. സങ്കീർണമായിട്ട് വരുന്നതിന് കോടതി ഇപ്പോൾ തൽക്കാലം ഒരു വിരാമം വിട്ടത് വളരെ ശരിയാണ്. മാത്രമല്ല, നിങ്ങൾ പത്രത്തിലും എല്ലാത്തിലും വന്നു, അജ്മീർ അടക്കമുള്ള മസ്ജിദുകളുമായൊക്കെ അവര് പുതിയ അവകാശവാദം ഉന്നയിച്ചിരിക്കുകയാണ്. വളരെ വലിയ തോതിൽ രാജ്യത്ത് കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആത്യന്ത വർഗീയവാദികൾ. ഇന്ന് അതിന് തൽക്കാലത്തേക്ക് സ്റ്റേ എന്ന നിലയിൽ സ്വാഭാവികമായും കോടതി ഇടപെട്ട് നന്നായി, അത്രയും നല്ലത് തന്നെ എന്നാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. സുപ്രീം കോടതിയിൽ പ്രതീക്ഷയുണ്ട് അല്ലേ? പ്രതീക്ഷയുണ്ട്. ഞങ്ങളും വളരെ താല്പര്യപ്പെടുന്നത് ഈ എല്ലാ വഴിയും അടയുമ്പോൾ സ്വാഭാവികമായും കോടതിയുടെ ഒരു സാന്ത്വനം ഉണ്ടാകും, സമാധാനം ഉണ്ടാകും, ഒരു പരിഹാരം ഉണ്ടാകുമെന്നാണ്. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. ഞങ്ങൾ നിയമപരമായിട്ടുള്ള അത്തരം കാര്യങ്ങളിൽ ലോ എക്സ്പെർട്സൊക്കെ ആയിട്ട് സംസാരിച്ച് കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ 91 ആരാധനാലയ നിയമത്തിൽ വെള്ളം ചേർത്തതല്ലേ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണം? ആ നിയമപ്രകാരം ഇതൊരു സർവേ നടത്താൻ പറ്റില്ലല്ലോ. സത്യമാണ് നിങ്ങൾ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ നിയമത്തെ വെള്ളം ചേർക്കുക എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ അജണ്ട. ഗ്യാൻവാപ്പി സംഗതിയിലടക്കം തുടങ്ങി വെച്ച ആ സംഗതി യഥാർത്ഥത്തിൽ ഒരിക്കൽ പോലും ഇങ്ങനെ തടസ്സവാദം ഉന്നയിക്കാൻ പോലും പറ്റില്ലായിരുന്നു, അവകാശവാദം ഉന്നയിക്കാൻ പറ്റില്ലായിരുന്നു. 1991 നിയമത്തെ ഡൈല്യൂട്ട് ചെയ്ത് ഈ വിധത്തിലേക്ക് കൊണ്ടുപോയത് തുടർന്ന് ഒട്ടും വളരെ പള്ളികളിലും മറ്റ് ആരാധനാ കേന്ദ്രങ്ങളിലും ഒക്കെ കടന്നു കയറുന്നതിന് വേണ്ടി വഴിയൊരുക്കാൻ വേണ്ടി അവർ ആസൂത്രണം ചെയ്ത കാര്യമാണ്. വലിയ അന്യായമാണ് ചെയ്തിട്ടുള്ളത്. രാജ്യമാകെ തീർച്ചയായിട്ടും ദുഃഖിക്കുന്ന ഒരു സംഗതിയാണ്. ഇപ്പൊ ഇങ്ങനെയെങ്കിലും ഒരു നടപടി ഉണ്ടായത് ശ്രദ്ധേയം തന്നെ. തുടർ നടപടികളും തീർച്ചയായിട്ടും ആ നിയമത്തെ ആരും സ്പർശിക്കാൻ പാടില്ലാത്ത വിധത്തിൽ ആ നിയമം അഭംഗുരം നിലനിൽക്കാൻ വേണ്ടിയുള്ള സമീപനങ്ങൾ തുടർന്നുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളുള്ളത്. ഇതിപ്പോൾ ഇവിടെ മാത്രം കൊണ്ട് ഒതുങ്ങുന്നില്ലല്ലോ. നമ്മൾ ഇന്നു മുതൽ കേൾക്കാൻ തുടങ്ങിയതാണ്. ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ കാലത്തും ഇതിങ്ങനെ ഓരോരോ അവകാശവാദങ്ങൾ ഓരോരോ മേഖലകളിൽ ഇങ്ങനെ പൊട്ടിമുളയ്ക്കുകയാണ്. ഓരോ ദിവസവും ഇന്നത്തെ അജ്മീറിലെ വാർത്തയൊക്കെ നിങ്ങൾ വായിച്ചു. അതുപോലെ പല ക്ഷേത്രങ്ങളിലെയും ഒക്കെ തന്നെ അതായത് അവർക്ക് ഇഷ്ടം പോലെ അങ്ങ് അവകാശവാദം ഉന്നയിക്കാനും അതിനനുസരിച്ച് കോടതിയിൽ സമ്പാദിക്കാനും തങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യേറ്റം നടത്താൻ ഒരു ബാബരി മസ്ജിദിന്റെ ദുഃഖം അനുഭവിച്ച നാടാണിത്. എന്തെല്ലാം പ്രത്യാഘാതങ്ങളുണ്ടായി. എന്നാൽ കുറേയേറെ ബാബരി മസ്ജിദുകൾ ഈ രാജ്യത്ത് ആവർത്തിക്കാൻ വേണ്ടി കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ BJP-മാരെ കൂടെ നിൽക്കുന്നവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഖേദകരമായ സംഗതിയാണ്. തീർച്ചയായിട്ടും ഇതിന് അവധി വരുത്തിയിട്ടില്ലെങ്കിൽ രാജ്യം സത്യത്തിൽ ഇതിന്റെ മതേതരത്വം മാത്രമല്ല, ഇതിന്റെ യഥാർത്ഥത്തിലുള്ള ജനങ്ങളുടെ ഇടയിലുള്ള സ്പർദ്ധ പോലും കൂട്ടുന്ന വിധത്തിൽ കാര്യങ്ങൾ പോവുകയാണ്. ഇത്തരം കാര്യങ്ങളിൽ രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ നമ്മുടെ രാജ്യം തന്നെ രക്ഷപ്പെടുത്താൻ കഴിയാത്ത സ്വഭാവത്തിലേക്ക്, അപകടകരമായ സ്ഥിതിയിലേക്ക് പോവുകയാണ്.